ഇസ്മായിൽ സാറ്, അതുപോലെ തന്നെ അൽതാഫ് സാറ്, ബിന്ദു കൃഷ്ണ, കുട്ടൻ സാറ്, സീന മാഡം, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് അബ്ദുൽ അസീസ് എന്നാണ്. കോഴിക്കോട് ജില്ലയിൽ വെള്ളലശ്ശേരി എന്ന സ്ഥലത്താണ് താമസം. ഞാനൊരു കൂലി വേല ചെയ്യുന്ന ആളും അതോടൊപ്പം തന്നെ കുറച്ച് പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം 1 വർഷം മുമ്പ് എൻ്റെ നാട്ടുകാരിയായ, ഇപ്പോ ടച്ചിങ് ZTCയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഷീന മാഡം അവരെന്നെ ബന്ധപ്പെട്ടു. അവരിലൂടെയാണ് ഈ ബിസിനസ്സിലേക്ക് എനിക്ക് കടന്നു വരാൻ അവസരമുണ്ടായത്. അവരെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഇപ്പോ TC റാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈഫ്ലൈ മീറ്റ് നമുക്ക് എല്ലാ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൈഫ്ലൈ മീറ്റ് ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടി കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഹൈഫ്ലൈ മീറ്റിൽ നമ്മോട് സംവദിക്കുന്നത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന NTC ലീഡർ പരിചയപ്പെടുത്തുന്നത് തോന്നുന്നില്ല. ഒക്കെ ആവേശവും അക്കാദമി എന്ന ആ മഹത്തായ ഓർഗനൈസേഷന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. ഈ ബിസിനസ്സിന് നമുക്കൊക്കെ അത്യാവശ്യമായ ഡ്രീംസ് നമ്മുടെ അംഗങ്ങൾക്കിടയിലും അതുപോലെ ഓരോ ആളുകളുടെ ഇടയിലും അതിന്റെ പ്രാധാന്യം ഉണർത്തിക്കൊണ്ടുവന്ന് ഒരു ബിസിനസിന്റെ എന്റർപ്രണർഷിപ്പിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്താൻ പോകുന്ന അറിവുകളുടെ ഒരു അക്ഷയഖനിയാണ് അദ്ദേഹം. അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ പ്രോഗ്രാമുകൾ ഞങ്ങളിലൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന കാര്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലുള്ള പ്രോഗ്രാമുകളുടെ നിരന്തരമായ പ്രോഗ്രാമിലൂടെ വളരെയധികം ആളുകളെ ലീഡർഷിപ്പിലേക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മിന്നും താരമാണ് അദ്ദേഹം. അതേപോലെ തന്നെ ടീച്ചിങ് ലെവലിലും കൗൺസിലിംഗ് മേഖലകളിലും ഓൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന രീതിയിൽ മുന്നേറുന്ന അദ്ദേഹം ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിന് ആവശ്യമായ എല്ലാ അറിവുകളും നൽകാൻ കഴിയുന്ന ഒരു ശക്തനായ ലീഡറാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വാക്കുകൾ മുറിയുകയില്ല. അത്രത്തോളം വലിയ ഒരു നല്ല രീതിയിൽ ഉള്ള ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് അദ്ദേഹം. നമുക്ക് ആവശ്യമായ ഒരു ബിസിനസ്സുകാരന് ആവശ്യമായ എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒക്കെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നത്. അപ്പൊ ആ കോൺഫിഡൻസ് നമ്മുടെ എല്ലാ ടീം അംഗങ്ങൾക്കും, ഇതിലെ എല്ലാ ആളുകൾക്കും ലഭിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹം ആണ് ഇന്ന് നമ്മോട് സംവദിക്കുന്നത്. അത് തീർത്തും നമ്മുടെ ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ഈ സെഷന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം ടു ഇസ്മായിൽ സർ. Very happy to see all of you. Wonderful. Good morning. Thank you Aziz sir. എല്ലാവർക്കും നല്ല നമസ്കാരം. അസ്സലാമു അലൈക്കും, സബഹൽ ഖൈർ. ഒരുപാട് സന്തോഷമുണ്ട്. വളരെ വണ്ടർഫുള്ളി നമ്മുടെ ഗ്രേറ്റ് അസീസ് സാർ പരിചയപ്പെടുത്തി. റിയലി അപ്രീഷിയേറ്റ് ഫോർ ദിസ് വണ്ടർഫുൾ കൈൻഡ് ഓഫ് ഇൻവിറ്റേഷൻ ആൻഡ് ദിസ് കൈൻഡ് ഓഫ് ദി ഇൻഫോർമേഷൻസ് ആൻഡ് ദിസ് കൈൻഡ് ഓഫ് ദി ഷോർട്ട് ആൻഡ് സ്വീറ്റ് ടോക്ക്. അസീസ് സാർ നമ്മളുടെ കാലിക്കറ്റിൻ്റെ ഒരു പുലിക്കുട്ടിയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ നീണ്ട പൊതുപ്രവർത്തനം എന്ന് പറയുന്നതിൽ ചെറിയ വാക്കായിട്ട് നമ്മൾ കാണരുത്. രാഷ്ട്രീയ മേഖലയിലും ജനസേവനത്തിൻ്റെ വിഷയത്തിലൊക്കെ ഒരു വലിയ പുരുഷായുസിനെ സമർപ്പിച്ച് തൻ്റെ ഹരമായിട്ട് തനിക്കെന്ത് ലഭ്യമാകുന്നു എന്നതിനേക്കാൾ കൂടുതൽ താൻ കാരണം എത്ര ആളുകൾ രക്ഷപ്പെടുന്നു, തന്നിലൂടെ എത്ര കുടുംബങ്ങൾ അന്തിയുറങ്ങുന്നു സന്തോഷത്തോടെ എന്ന ഒരു മഹത്തായ ലക്ഷ്യ സാക്ഷാത്കാരം അദ്ദേഹത്തിൻ്റെ പുരുഷായുസിനെ ഒരു വലിയ അർത്ഥമുള്ള ലൈഫാക്കി മാറ്റിയതിൻ്റെ സന്തോഷമുള്ള വ്യക്തിയാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു പിന്നാമ്പുറത്തിൽ തന്നെയാണ് മൈ ലൈഫ് ഏറ്റെടുത്തതും. കാര്യം
ജനസേവനം എന്ന് പറയുന്നത് അത്ര കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊജക്റ്റ് കൂടിയാണ് നിങ്ങൾ ഇന്ന് കേൾക്കുന്ന MI ലൈഫ് സ്റ്റൈലും അതുപോലുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. താങ്ക് യു അസീസ് സാർ. നിങ്ങൾ പറഞ്ഞതെല്ലാം എന്നിലും എല്ലാവരിലും സന്തോഷത്തോടെ വളരെ നന്ദിയോടെ സംഭവിക്കട്ടെ. ദൈവം അതിനെ തുണയ്ക്കട്ടെ. എല്ലാവരിലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. സോ എന്തായാലും ശരി, ഞാൻ ഒരുപാട് എക്സൈറ്റഡാണ്. ഒരുപാട് നമ്മളൊക്കെ സന്തോഷത്തിലാണ്. നമ്മളൊക്കെ ഹാപ്പി മോർണിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആവേണ്ട ഉത്തരവാദിത്തം നമ്മളൊക്കെ തന്നെയാണ്. ആ ഒരു വലിയ സത്യത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. കാര്യം ഹാപ്പി മോർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ നമ്മളെ ഹാപ്പി ആർക്ക് കൊണ്ടുതരാൻ പറ്റും? ഹാപ്പി മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ജാമ് തിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പി മോർണിംഗ് അല്ലല്ലോ. അപ്പോൾ സീരിയസ്ലി അത് ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നേണ്ട ചിന്തയാണ്. നമ്മളിപ്പോൾ ഇതാ വന്നിരിക്കുന്നു, ഹാപ്പി ഓണം. നമ്മളെല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ഓണം നേരുകയാണ്. സോ ഈ ഓണത്തിന് ഹാപ്പി ആവേണ്ട ഉത്തരവാദിത്തം ആരാ? നമുക്ക് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനസ്സിൻ്റെ അകത്തുനിന്ന് നമ്മളുടെ ബാങ്കിൻ്റെ ആ ലോണും കാര്യങ്ങളൊക്കെ അത് അങ്ങനെ തന്നെ കിടക്കുമ്പോൾ എത്ര കണ്ട് നമ്മൾ ഹാപ്പിയാണെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. സോ ആക്ച്വലി ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് ആൻഡ് ഹാപ്പി റബീഉൽ അവ്വൽ. അതുപോലെ തന്നെ ഈസ്റ്ററുകളും റബീഉൽ അവ്വലുകളും ഓണങ്ങളും എല്ലാവിധ മതകീയ ചിന്താധാരകളുടെ ആഘോഷങ്ങളും ഒരേ ഡേറ്റിനും ഒരേ കാലത്തിനകത്തും കടന്നു വരുമ്പോൾ കാലം നമ്മോട് പറയാതെ പറയുന്ന വലിയൊരു സത്യമുണ്ട്. മനുഷ്യ, നീ നിൻ്റെ മതത്തിനും ചിന്താധാരകൾക്കും ജാതീയതക്കും നിൻ്റേതായിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചേരിതിരിവിൻ്റെ ചിന്താധാരകൾക്കുള്ളിൽ നിന്ന് തലതല്ലി കീറി മരിക്കല്ലേ മനുഷ്യ. നീയെല്ലാം ഒന്നാണ് മനുഷ്യ. അതിനു വേണ്ടിയാണ് എല്ലാ മതത്തിൻ്റെ ആഘോഷങ്ങളും നിനക്ക് ഒരുപോലെ ഒരു സമയത്ത് ഒരു ഗ്രാഫിനകത്ത് ഒരു ടൈം പീരീഡിനകത്ത് ഞാൻ കൊണ്ടുവന്നത്. ഓണവും പെരുന്നാളും ഈസ്റ്ററും റബീഉൽ അവ്വലും തുടങ്ങി ലോകത്തിൻ്റെ എല്ലാ വലിയ വലിയ ആഘോഷങ്ങളും ഒരേ സബര്യക്കുള്ളിൽ കൊണ്ടുവന്ന ദൈവം തമ്പുരാൻ നമ്മോട് പറയുന്നു, നീ ഒന്നാണ് മനുഷ്യ, നീ ഒരുമയുള്ളവനാകണം മനുഷ്യ എന്ന് പറയുമ്പോൾ നമ്മളത് ഏറ്റുപിടിക്കണം. അങ്ങനെ വ്യത്യസ്ത ചിന്താധാരകളും വ്യത്യസ്ത മനുഷ്യരാശിയും വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഇസങ്ങളും മതങ്ങളും മതമുള്ളവനും ഇല്ലാത്തവനും പലവരും പലതുണ്ടെങ്കിലും ശരി, ഒരച്ഛനമ്മക്ക് പെറ്റ മക്കളെപ്പോലെ, ഒരു മുത്തുമാലയിൽ കോർത്തെടുത്ത മുത്തുമണി പോലെ, ഒരു കൂട്ടം ജനാവലിയെ ആണെന്നോ പെണ്ണെന്നോ ഇവരൊരു വ്യത്യാസനും ക്ലാസിഫിക്കേഷനും കൂടാതെ ഒരു കൂടയ്ക്ക് കീഴിൽ ഒരുമിച്ച് കൂട്ടിയ പ്രസ്ഥാനത്തിൻ്റെ പേര് തന്നെയാണ് MI ലൈഫ് സ്റ്റൈൽ. അതാണ് ഈ ഓണത്തിന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഓണം ആരാഘോഷിക്കുന്നു ചോദിച്ചാൽ ഞാൻ പറയും മൈ ലൈഫിനെ പോലെയുള്ളവർ ആഘോഷിക്കുന്നു എന്നാണ്. കാരണം ഇവിടെയാ ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് നിൽക്കുന്നത് ഇവിടെയാ ഒന്നിച്ച് നിൽക്കുന്നത്. ഇവിടെ മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കൃഷ്ണന്മാർ വരും, കൃഷ്ണന് വേണ്ടി പ്രാർത്ഥിക്കാൻ മുഹമ്മദ്മാർ വരും. അതേപോലെ തന്നെ ഇവിടെ ഇസ്മായിലിനെ പ്രാർത്ഥിക്കാൻ ഒരുപാട് വ്യത്യസ്ത മതക്കാരുണ്ട്. വ്യത്യസ്ത മതത്തിൽ സുബഹിൻ്റെ സമയത്ത് മുസൽമാൻ്റെ മുസല്ലയിൽ ഹൈന്ദവ സുഹൃത്തിൻ്റെയും ക്രിസ്ത്യൻ സുഹൃത്തിൻ്റെയും പേരുണ്ട്. അമ്പലനടയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നല്ല എന്താ പറയുക സ്നേഹമുണ്ട്. ഞാൻ ഒന്ന് പനിച്ച സമയത്ത് ഉടനടി അമ്പലനടയിലേക്ക് പാഞ്ഞ തൃശ്ശൂരിലെ പപ്പൻ സാറെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇങ്ങനെ എല്ലാ മതക്കാരും അങ്ങും ഇങ്ങും എന്താ പറയുക ഓടാനും പ്രാർത്ഥിക്കാനും നിൽക്കുന്ന ആ ഒരു വലിയ പ്രസ്ഥാനമാണ് മൈ ലൈഫ് സ്റ്റൈലെങ്കിൽ ഞാൻ ഇതിനെ ഇഷ്ടപ്പെട്ടതും അതാർത്ഥത്തിൽ തന്നെയാണ്. സോ ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി റബീഉൽ അവ്വൽ ഇതുപോലെ ആഘോഷിക്കപ്പെടുന്ന പേരുകളായി നമ്മൾ മാറട്ടെ എന്ന് ആദ്യം ആകാംക്ഷിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ തൻ്റെ പുരുഷായുസ് മുഴുവനും ഒരു സമൂഹത്തിൻ്റെ ഉത്ഥാനത്തിന് വേണ്ടി ജീവതർപ്പണം നടത്തിയ ഒരു ഗ്രേറ്റ് മാനാണ് ദ പ്രൊഫറ്റ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ നാമം ഇന്ന് എല്ലായിടത്തും പ്രകീർത്തനത്തോടു കൂടി സ്നേഹത്തോടു കൂടി എല്ലാ മതക്കാരും വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ ആഘോഷ പരിപാടികളിൽ അദ്ദേഹത്തിൻ്റെ നബിദിനം എന്ന് പറയുന്ന രൂപത്തിൽ ആഘോഷിക്കുന്നു. മഹാബലി തമ്പുരാനും ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ എന്താ പറയുക ധീരോദാത്തമായ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആ ദേവന്മാരും അതുപോലെയുള്ള ആളുകളൊക്കെ സമർപ്പിച്ച ആ നാമം ഇന്നും ഓർക്കപ്പെടുന്നു. ഇങ്ങനെ നമ്മൾ നാളെ ഓർക്കപ്പെടുന്ന ഒരു നാമമാകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ലൈഫിൽ ആ തിരിച്ചറിവിൽ നിന്നാവട്ടെ ഇന്നത്തെ ക്ലാസ് എന്ന് ആദ്യം ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാനുള്ള കഴിവാണ് എൻ്റെ ക്ലാസ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ 1-2 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ലീഡർമാർ ഇങ്ങ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാര്യത്തിലേക്ക് ഈ കാര്യം കൂടി കൂട്ടി വെക്കുക. പുതുതായി വന്ന ആളുകളോട് പറയുന്നത് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് ഇന്ന് എന്നെ കേൾക്കുന്നവർ പുതുതായി ഉണ്ടെങ്കിലും നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരോട് പറയുന്നത് ഇത് നിങ്ങളുടെ ലൈഫിനെ മാറ്റാവുന്ന ഒരു സെഷനാണ്. അത് ഈ സെഷൻ മാത്രമല്ല, അതൊരു സീരീസ് ഓഫ് സെഷനാണ്. അതിലൊരു പാർട്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത്.
എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ കാര്യത്തെ ഹൃദയം കൊടുത്ത് കേൾക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കുക. എന്താണ് ഇതിലെ നിങ്ങളുടെ മാറ്റമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക്, ഇഫ് യു വാണ്ട് ടു സീ യുവർ വെർഷൻ 2, നിങ്ങളുടെ വെർഷൻ 2 കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദിസ് എ വണ്ടർഫുൾ കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇതൊരു വലിയ അവസരമാണ്. നിങ്ങൾക്ക് നല്ല പൈസ വേണോ? ഇതൊരു അവസരമാണ്. നല്ല ആരോഗ്യം വേണമോ? ഇതൊരു അവസരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു പേഴ്സണാലിറ്റി ആവാൻ താല്പര്യമുണ്ടോ? ദിസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അതർവൈസ് യു വാണ്ട് ടു ക്രിയേറ്റ് എ ലെഗസി, ഒരു ലെഗസി ലോകത്ത് ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ദിസ് ആൻ ഓപ്പർച്യൂണിറ്റി. അതല്ല നിങ്ങൾക്ക് താല്പര്യം ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കലാണോ? ടു എംപവർ അതേഴ്സ്, ദിസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. നിങ്ങളെ കുടുംബത്തിലും നാട്ടിലും നഗരത്തിലും അറിയപ്പെട്ട ഡിഗ്നിഫൈഡ് ആയിരിക്കുന്ന സ്റ്റാറ്റസ് ഉള്ള ഒരു മനുഷ്യനായി നിങ്ങൾക്ക് മാറണമോ? ആരും അഭിമാനത്തോടെ രോമാഞ്ചത്തോടെ പറയുന്ന ഒരു പ്രൗഡ് ആൻഡ് പ്രൈഡ് പേഴ്സണാലിറ്റി നിങ്ങൾക്കാകണമോ? ദിസ് ആൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഈസി വേ. ആൻഡ് ആൾസോ ഓപ്പർച്യൂണിറ്റി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഈസി വേ. ഇതിനേക്കാൾ നല്ലൊരു ഈസിയായ വഴി ഇല്ല എന്നതാണ് സത്യം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇതിവിടെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് പോലെ, ലുലു മാൾ പോലെ തുറന്നു വെച്ചിട്ടുണ്ട്. വേണ്ടതെടുത്തോളൂ എന്നതാണ്. സോ അതിന് ഉതകുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന മഹത്തായ കമ്പനി. ഐ വുഡ് ലൈക്ക് ടു താങ്ക് ടു മൈ എൻറ്റയർ ലീഡേഴ്സ് ആൻഡ് സക്സസ് പാർട്ട്നേഴ്സ്, എസ്പെഷ്യലി മൈ സ്പോൺസർ മെൻറ്റർ ഗ്രേറ്റ് ഷുഹൈബ് സർ RTC ഫ്രം ചെറുമുഖ്, and also all other leaders. I would like there is no more time to introduce all the names at this particular short time, so that's why just feel all my leaders that I have mentioned about your names and fames. So please, I am really sorry to all of you, my success partners, and also my especially my great സക്സസ് പാർട്ട്നേഴ്സ് എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ട്രില്യനസ് അക്കാഡമി ഗ്ലോബൽ എന്ന എൻ്റെ ടീമിനെയും, അതേപോലെ തന്നെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വിജയത്തിന് ഒരുപാട് പ്രാർത്ഥനയോടെ എൻ്റെ സക്സസ് പാർട്ട്നേഴ്സ് ആകുന്ന ഒരുപാട് അസോസിയേഷൻ ലൈൻസ് ഇവിടെയുണ്ട്. എല്ലാ ലീഡേഴ്സിനെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരുമാണ് എൻ്റെ സക്സസ് ഉണ്ടാക്കിയത്. ഇനിയും നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് നമ്മളെല്ലാവരും സക്സസ് ഉണ്ടാക്കാൻ പോകുന്നതും. സോ എഗെയിൻ ഐ വെൽക്കം ഓൾ ഓഫ് യു ഇൻ ടു ദിസ് വണ്ടർഫുൾ ടോക്ക്. നിങ്ങൾ കേൾക്കാനുള്ള കഴിവാണ്. ഞാൻ പറഞ്ഞു വന്ന വാക്ക് അതാണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ മനസ്സിലാകുന്നത്. ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയാം, ഈ ക്ലാസ് ഒരു ബോധിപ്പിക്കാൻ വേണ്ടി കേൾക്കരുത്. ഇത് എന്നല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ക്ലാസ്സുകളും, ഒരു ഐഫ്ലൈസ് മീറ്റ് ആവട്ടെ, ഒരു മീറ്റിംഗ് ആവട്ടെ, ടു ഇംപ്രസ് അതേഴ്സ്, അതിങ്ങനെ കേൾക്കരുത്. എങ്ങനെ ബോധിപ്പിക്കാൻ കേൾക്കുക? ഞാൻ വന്നു എൻ്റെ ലീഡർ കാണട്ടെ, സ്ക്രീനിൽ തിരഞ്ഞു നോക്കുന്ന സമയത്ത് എൻ്റെ മുഖം കാണട്ടെ, ഞാനും പങ്കെടുത്തെന്ന് എനിക്ക് തന്നെ തോന്നട്ടെ, ഇങ്ങനൊന്നും നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ കേൾക്കേണ്ടത് എപ്പോഴും തിരിച്ചറിയാനുള്ളത്, ഞാൻ മാറാൻ ഞാനിതാ കേൾക്കുന്നു. ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം അത്യാവശ്യമുണ്ട്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നൊരു വാക്കുണ്ട്, ഒരു സെഷൻ കഴിഞ്ഞ് മിനിമം ഒരു 3 പോയിൻ്റെങ്കിലും തന്നെ മാത്രം ഉദ്ദേശിച്ച് അതിനകത്ത് എനിക്ക് കിട്ടി എന്ന് പറയുന്നവനാണ് ആ ക്ലാസ് കേട്ടത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു 3 പോയിൻ്റെങ്കിലും അത് എനിക്ക് മാത്രമായിരുന്നു എന്ന് തോന്നുന്ന രൂപത്തിൽ ആ ക്ലാസ് അവസാനിപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റിയാൽ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയും അദ്ദേഹം ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന്. രണ്ടാമത്തെ ഒന്ന്, ഒരു കാര്യം ഞാൻ ഇന്ന് ചെയ്യാൻ പോണ ഇത് ഒരു സിംഗിൾ മാറ്റർ, ജസ്റ്റ് ഐ ആം ഗോയിങ് ടു ഡു വൺ തിങ്. ഒരു കാര്യം, ഇത് ഈ കാര്യത്തിന് ഇത്രയും കേട്ടതിൽ നിന്ന് എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഒന്നിനെ പറിച്ചു നടുന്നു. അങ്ങനെ നടുന്നവനാണ് ആ ക്ലാസ് വെറുത്തുഫുള്ളായി കേട്ടത്. 2 കാര്യം ഞാൻ പറഞ്ഞത്. ഒന്ന്, അതിൽ 3 പോയിൻ്റ് എനിക്ക് തന്നെയാണ്, അറ്റ്ലീസ്റ്റ് 3 കൂടി എത്രയായാലും കുഴപ്പമില്ല. നിങ്ങളുടെ കേൾവിയുടെ ശക്തിയുടെ പവറാണ്, അത് നിങ്ങളുടെ ലിസണിങ് പവറാണ്, നിങ്ങളുടെ ഒബ്സർവേഷൻ പവറാണ്, നിങ്ങളുടെ കോംപ്രിഹെൻസീവ് പവറാണ്, നിങ്ങളുടെ എന്താ പറയുക കപ്പാസിറ്റി ഓഫ് ദ മൈൻഡാണ്. അതൊക്കെയാണ് ആ സാധനം. അതായത് നിങ്ങൾക്ക് അത്രയും കേൾക്കാൻ കഴിവുണ്ടായിരുന്നു. ഈ കേട്ടവനാണ് വിജയിച്ചത്, പറഞ്ഞവനല്ല. എപ്പോഴും തിരിച്ചറിയാം, ലിസൺ ചെയ്തവനാണ് വിജയിച്ചത്. APJ അബ്ദുൽ കലാമിൻ്റെ ക്ലാസ്സിൽ മിസൈൽ മാൻ ഓഫ് ഇന്ത്യയായി APJ മാറാൻ ഈ ചങ്ങായി മിസൈൽ മാന് പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഓലപ്പടക്കം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ക്ലാസ്സിലുള്ള മനുഷ്യൻ? വേണ്ട, പ്ലാസ്റ്റിക്കിൻ്റെ സാധനം കൊണ്ടൊരു വിമാനം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ മേഖലയിൽ റാങ്ക് ലിസ്റ്റിലാണ് മിസ്റ്റർ APJ പാസ്സായത്. നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നോക്കുക. അപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇത് ആയോ? ആയില്ല. എന്നാൽ ഈ മാഷോ? അത് തീരെയായിട്ടില്ല. അപ്പോൾ ഈ മാഷ് പറഞ്ഞതിന് അപ്പുറത്തേക്ക് കേൾക്കാനും ചിന്തിക്കാനും ആർക്ക് പറ്റി? മിസ്റ്റർ അബുൽ പാക്കിർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും ഇനിയൊന്നും ഒരു മനുഷ്യൻ ഇന്ത്യയിൽ പറക്കാനില്ലാത്ത വിധം തൻ്റെ എന്താ പറയുക, ദ റിയൽ അംബാസിഡർ ഓഫ് ദ ഡ്രീംസ്, സ്വപ്നത്തിൻ്റെ യഥാർത്ഥ ലോക അംബാസിഡറാണ് മിസ്റ്റർ APJ. അദ്ദേഹമായത് അങ്ങനെയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഖരഗ്പൂർ IITയിൽ നിന്ന് മിസ്റ്റർ നമ്മുടെ സുന്ദർ പിച്ചായി പാസ്സായത് നിങ്ങൾക്കറിയാൻ പറ്റും. ഗൂഗിളിൻ്റെ CEO ആയി നിൽക്കുന്ന മനുഷ്യൻ. ആ നിൽക്കുന്ന മനുഷ്യൻ ക്ലാസ് എടുത്ത സമയത്ത് ആ ക്ലാസ്സിൽ ഒരുപാട് പയ്യൻസ് ഉണ്ട്. ഒരുപക്ഷെ ആ ക്ലാസ് എടുത്ത അധ്യാപകൻ പോലും തൻ്റെ മൊബൈലിൻ്റെ സോഫ്റ്റ്വെയർ പോലും അപ്ഡേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവില്ല, എനിക്കറിയില്ല. പക്ഷേ ആ ക്ലാസ് കേട്ട സുന്ദർ പിച്ചായി എന്തായി? ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ ഗൂഗിളിൻ്റെ CEO ആയി ഇന്ത്യയുടെ അഭിമാനമായി. അപ്പോൾ കേൾക്കാനുള്ള കപ്പാസിറ്റി ആ മനുഷ്യനെ വളർത്തുന്നത്. അതുകൊണ്ട് എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു, ടു ഓൾ ദി ലിസണേഴ്സ്, യു മസ്റ്റ് ലിസൺ വെരി കെയർഫുള്ളി. എന്നാൽ എന്നേക്കാൾ
ഈ പറയുന്ന എല്ലാ ലീഡർമാരെക്കാളും താരമായി നിങ്ങൾ മാറും. അല്ലാതെ ലീഡർക്ക് വേണ്ടി നിങ്ങൾ കേൾക്കില്ലേ, ഹംബിൾ റിക്വസ്റ്റ്. അത് എല്ലാ ക്ലാസ്സിലും അങ്ങനെ തന്നെ ആവട്ടെ. 3 പോയിൻ്റെങ്കിലും പേഴ്സണലായിട്ട് എനിക്കുള്ളതാണെന്ന് വിശ്വസിക്കട്ടെ. അതിലെ ഒരു സാധനം ഞാൻ ഇന്ന് നടത്തി തുടങ്ങുന്നു എന്നും നിങ്ങൾ തീരുമാനിക്കട്ടെ. അല്ലാതെ ക്ലാസ് മുഴുവനും കേട്ടു, ആ ക്ലാസ്സിൽ നിന്ന് നീ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അടിവരയിട്ട് പറയും, ഒന്നും ആരും കേട്ടിട്ടില്ല. കേൾക്കാൻ വേണ്ടി കേട്ടാലല്ലേ ഈ പ്രശ്നം വരുന്നത്. മാറാൻ വേണ്ടി കേൾക്കുന്നവൻ ഒന്നെങ്കിലും തൻ്റെ ജീവിതത്തിൽ പകർത്തുമല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും എൻ്റെ മാറ്ററിലേക്ക് വന്നാൽ, നമ്മളെപ്പോഴും നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടത് പോസിറ്റീവായി കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. കാര്യം എന്താണ്, നെഗറ്റീവായിട്ട് കേൾക്കാതിരിക്കുക വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 2 രൂപത്തിലും കേൾക്കാമെന്നാണ് ഏത് വിഷയം കേൾക്കുമ്പോഴും. പണ്ടൊരു എന്താ പറയുക, ഡ്രഗ്സിനെതിരെയുള്ളൊരു ക്ലാസ് ഒരു നാട്ടിൽ വളരെ ഘോരമായിട്ട് നടക്കുകയാണ്. അങ്ങനെ ഗവൺമെൻറ് സംഘടിപ്പിച്ച മഹത്തായ ക്ലാസ്സിൽ ആൻറ്റി നാർക്കോട്ടിക്സ് ആണ്, നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് ഇങ്ങനെയാണ്, നമ്മൾ കള്ളുകുടി നിർത്തണം, അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ വേണ്ടാത്ത ഇൻടോക്സിക്കേറ്റിംഗ് ആയിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാൽ ശരീരത്തിന് ഹാനികരമാണ്. അങ്ങനെ വെള്ളടിക്കുന്ന വലിയൊരു പ്രയാസം ഇടവകയിൽ സംഭവിച്ച സമയത്ത് വികാരി അച്ഛന്മാരും എല്ലാ മതസമൂഹങ്ങളും ഒരുമിച്ച് കൂടിയിട്ട് ഒരു സെഷൻ നടത്തിയിട്ട്, ആ സെഷനിൽ ആ ട്രെയിനർ 2 വലിയ കുപ്പി അവിടെ വെച്ചിട്ടുണ്ട്. ആ കുപ്പിയിൽ നിറച്ചും എന്തൊക്കെയോ ദ്രാവകമുണ്ട്. അങ്ങനെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയുണ്ട്. കള്ള് കുടിക്കുന്ന ആൾക്കാരുണ്ട്, കുടിക്കാത്തവരുണ്ട്, പലവരുമുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഒരു വിര പോലുള്ളൊരു ജീവിയെ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ പച്ചവെള്ളത്തിലിട്ടത്രേ. അപ്പോൾ ആ പച്ചവെള്ളത്തിലിട്ട സമയത്ത് ആ ജീവി സുന്ദരമായിട്ട് എന്ത് ചെയ്തത്രേ, അങ്ങോട്ട് താഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെ എന്താ പറയുക, വേറൊന്ന് ഒരു വൈന് നിറച്ച കള്ള് നിറച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് 1-2 ജീവികളെ ഇട്ടത്രേ. ആ ജീവി അപ്പോൾ തന്നെ ചത്തുപോയത്രേ. എന്നിട്ട് പറഞ്ഞു, ഇത് പച്ചവെള്ളത്തിലിട്ട സമയത്ത് ഒരു കുഴപ്പം പറ്റിയില്ല, ആ കള്ളിലേക്ക് അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ദ്രാവകത്തിലേക്ക് ഇതിട്ട സമയത്ത് ഇത് ചത്തുപോയി. എത്ര കണ്ട് മനുഷ്യൻ്റെ ശരീരത്തെ കൊന്നൊടുക്കുകയാണ് ഈ കള്ളും കഞ്ചാവും പോലെയുള്ള അതിമാരക വിഷാംശ വസ്തുക്കൾ, അതിൻ്റെ ദ്രാവകങ്ങളെന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവസാനിച്ചു പോയി. അങ്ങനെ ക്ലാസ് കേട്ട് പിറ്റേന്ന് അന്നേ വരെ നാട്ടിൽ നിന്നേ വരെ കള്ളു കുടിക്കാത്ത ഒരു നല്ല ശുദ്ധശീലനായിരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ പിറ്റേന്ന് കള്ളുകുടി തുടങ്ങിയത്രേ. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ചേട്ടായിയോ നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ, നമ്മളെ നാട്ടിൽ കള്ളുകുടിയന്മാരെ എന്താ പറയുക നിഷ്കാസനം എതിർത്തുകൊണ്ടും അവർക്ക് നല്ലൊരു ജീവിതം സമ്മാനിച്ചുകൊണ്ടും നാടിനെ സംശുദ്ധവൽക്കരിക്കുന്ന സാംസ്കാരിക ക്ലാസ് ഇന്നലെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ പിടിക്കാത്ത കള്ളും കുപ്പി ഇന്ന് കുടിച്ചത് എന്തെയ്യുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലത്തെ ക്ലാസ് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ്? നമ്മളെ വയറിനകത്തൊക്കെ ഡോക്ടർ എപ്പോഴും പറയും ഒരുപാട് വിരശല്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട്, അങ്ങനെ വയറിനകത്ത് ഒരുപാട് ചീത്ത സാധനങ്ങളുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന്. പക്ഷേ ഇന്നലെ സാറ് ക്ലാസ് എടുത്തപ്പോഴാണ് ഈ കള്ളിൽ ആ ഇര ഇട്ടപ്പോൾ അത് ചത്തപ്പോൾ എനിക്ക് മനസ്സിലായി, പച്ചവെള്ളം കുടിച്ചിട്ട് കാര്യമില്ല, കള്ളന്നെ കുടിക്കണം, എന്നാലും എന്തേ ഉള്ളൂ വയറൊക്കെ ശുദ്ധിയാകുള്ളൂ എന്ന്. ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിക്കുന്നത് വാക്കിനർത്ഥം ഒന്നേ ഉള്ളൂ, നിങ്ങളെങ്ങനെ കേൾക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ സ്ത്രീയന്മാരെ ക്ലാസ്സും വളരെ സ്നേഹത്തോടെ പോസിറ്റീവായിട്ട് കേൾക്കുക. അതിൽ എനിക്കൊരു നന്മയുണ്ടെന്ന്, തിന്മ ലെവലിൽ കേട്ടാൽ തിന്മ കേൾക്കാമെന്നാണ്. എല്ലാവരുടെ വാക്കും നിങ്ങൾക്ക് അളന്നു തൂക്കി കേട്ടാൽ നിങ്ങളെ ഇഷ്ടമുള്ള രൂപത്തിലേക്ക് ഡൈവേഷൻ നടത്തുക. അതുകൊണ്ട് ഹംബിൾ റിക്വസ്റ്റാണ്, ഇതിൽ ക്ലാസ് എടുക്കുന്ന ഒരാളും ഇൻ്റർനാഷണൽ ട്രെയിനർമാരായിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അവരുടേതായിരിക്കുന്ന ലൈഫിൻ്റെ പിന്നാമ്പുറത്തുനിന്ന് വന്നവരായിരിക്കും. അപ്പോൾ അവർ പറയുന്ന ഇക്വേഷൻ അവരുടെ ഭാഷയിലായിരിക്കും അത് എന്ന് മാത്രമല്ല അവരുടെ ചിന്താധാരയിലാണ്. പക്ഷേ ആ വരി വെച്ചുകൊണ്ട് മറ്റുള്ള ലീഡർമാരെ നേരിടുന്നുണ്ട്. ഈ മിഞ്ഞാത്ത ക്ലാസ്സിൽ ഒരു ലീഡർ അങ്ങനെ STC ലീഡർ RTC ലീഡർ ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പോൾ അയാൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇതല്ല ഇതിൻ്റെ യഥാർത്ഥ ശരിയെന്ന് പറയുന്നത്. അത് അയാളെ ശരിയാണ്, ചിലതൊക്കെ അയാളുടെ പേഴ്സണൽ ശരിയായിരിക്കും. അതുകൊണ്ട് യൂണിവേഴ്സൽ ശരിയാണെന്ന് വിശ്വസിക്കരുത്, അത് നിങ്ങൾ അളന്ന് തൂക്കിയിട്ട് തന്നെ വിശ്വസിക്കണം. അങ്ങനെ ചില സമയത്തൊക്കെ ചില ചോദ്യങ്ങൾ എനിക്ക് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ അതല്ലേ ശരിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് അയാളുടെ ശരിയെന്ന് പറയലാണ്. ഓക്കെ, എന്തായാലും എല്ലാം ശരിയാണ്, അങ്ങനെ ഒരുപാട് ശരികൾ കൂടിയ ശരിയാണ് ഈ ലോകം. സോ എന്തായാലും ശരി, ഞാൻ 1-2 പ്രധാന കാര്യങ്ങൾ ബിസിനസ് റിലേറ്റ് ചെയ്ത് പറയാൻ പോവാണ്. 4 പ്രധാന കാര്യങ്ങളാണ് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പർപ്പസ് ഐഡൻറ്റിഫിക്കേഷനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഫർമേഷനാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിഫൈൻഡ് ഡിറ്റർമിനേഷനാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആക്ഷനാണ്. ഈ 4 സാധനത്തിൻ്റെ ഭിന്ന മുഖങ്ങൾ പറഞ്ഞ് ക്ലാസ് അവസാനിക്കുന്നുണ്ടാകും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഫസ്റ്റ് വൺ, നിങ്ങൾ ഈ ബിസിനസ്സിലെ അതല്ലെങ്കിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് പർപ്പസ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് വാട്ട് ഈസ് യുവർ വിഷൻ, എന്താ നിങ്ങളെ വിഷന്, വാട്ട് ഈസ് യുവർ ഡ്രീം, എന്താ നിങ്ങളെ സ്വപ്നം, നിങ്ങൾ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു. ബിസിനസ്സിൽ ഓരോരുത്തരും ഓരോന്നിനു വേണ്ടിയാണ്. ഗ്രേറ്റ് മുബീൻജി എപ്പോഴും പറയാറുണ്ട്, പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി ആസ്മയുടെ അസുഖം വന്ന ഉമ്മക്ക് ഒരു നല്ല ആരോഗ്യം സമ്പന്നമാക്കുന്നതിന് വേണ്ടി
തുടങ്ങിയ ബിസിനസ്സാണ് ഇദ്ദേഹം. പക്ഷെ ഇന്ന് എന്തായി? പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഉമ്മക്ക് സ്വപ്നതുല്യമായ കൊട്ടാരതുല്യമായ കോടികളുടെ ഒരു വലിയ കൊട്ടാരത്തിലെ രാജ്ഞിയായിട്ട് ഉമ്മ വസിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം ഓരോ രാജ്യത്തിൻ്റെ ഭാഗങ്ങളിലും അദ്ദേഹത്തിന് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളാകുന്നു. അതിലപ്പുറം അങ്ങകലെ അമേരിക്കൻ്റെ സായിപ്പിൻ്റെ മണ്ണിലും ഒരു വലിയ കൊട്ടാരത്തിലെ രാജ്ഞിയും രാജാവുമായിട്ട് അദ്ദേഹം ഫാമിലിയും ജീവിക്കുന്നു. അപ്പോൾ തുടങ്ങിയത് എന്തിനും ഒരു കാരണം. സോ ലൈക്ക് ദാറ്റ് നിങ്ങളുടെ കാരണം എന്താണ്? ഈ കാരണം അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അർണോൾഡ് ഷോസ്നഗർ പറഞ്ഞൊരു വാക്കുണ്ട്, യു വിൽ ഡ്രിഫ്റ്റ് അറൗണ്ട് എന്നാണ്. കാശില്ലാത്തവൻ ഇറച്ചിക്ക് പോയാൽ എന്താ സംഭവിക്കുക? കൊട്ടപ്പാലം കറങ്ങി തിരിച്ചു പോരുക എന്ന് നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ പോരും. ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാം മക്കളെ? മെയിനായിട്ടുള്ള പ്രശ്നം, ഞാനത് മക്കളെ എന്ന് വിളിക്കുന്നത്, ഞാൻ ക്ലാസ് എടുത്ത് എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ ഞാൻ മക്കളെ എന്നാണ് വിളിക്കുക. അതായത് എന്താ പറയുക, ചിലപ്പോൾ ഞാൻ NIOSൻ്റെ ക്ലാസ്സിലേക്ക് ഉണ്ടായിരുന്നു, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ആ പ്രൊജക്റ്റിൻ്റെ പാർട്ടായിട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അധികം ആൾക്കാരും ഏകദേശം എൻ്റെ വെല്ലിപ്പാൻ്റെ പ്രായത്തിലാണ്, മുത്തശ്ശനും മുത്തശ്ശിമാരൊക്കെ അവിടെ വരാറുണ്ട്. ഇറ്റ് മീൻസ് അന്തക്കാലിൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 10-20 കൊല്ലം മുന്നേ എന്ന് പറയുമ്പോൾ ആ ഒരു ഏജ് ലിമിറ്റിങ് നോക്കിയാൽ മതി. 25ൻ്റെ ഉള്ളിൽ ഞാൻ നിൽക്കുകയും 50ൻ്റെ ഭാഗത്തേക്ക് 40 കഴിഞ്ഞൊക്കെയുള്ള ആൾക്കാർ എനിക്ക് പിതാവിൻ്റെയോ ഉമ്മയുടെയോ അമ്മയുടെയോ സ്ഥാനത്തായിരിക്കും. അപ്പോൾ ഞാൻ മക്കളെ എന്ന് വിളിക്കുക എല്ലാവരും, കാരണം അധ്യാപകനും ക്ലാസ് എടുക്കുന്ന ആളുകൾക്കും എല്ലാവരും മക്കളാണ്. സോ ആ അർത്ഥത്തിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രായം കൂടിയ ആൾക്കാരോടൊക്കെ സോറി. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്ന മാറ്റർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുക, നമ്മൾ ഒരു വിഷയം ചെയ്യുന്നത് നമ്മൾക്ക് തന്നെ എന്തിനാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മളത് എപ്പോഴും കിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഇൻകം പ്ലാൻ അറിയുന്നതുകൊണ്ട് ഞാൻ ഇൻകം പ്ലാൻ കൊടുത്തു, പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് ഞാൻ പ്രൊഡക്റ്റ് കൊടുക്കാൻ പോയി, ലീഡറിനെ തള്ളി പറഞ്ഞേച്ചുകൊണ്ട് ഞാൻ പോയി, ഈ ആളുകളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നിർത്താൻ സാധ്യതയുണ്ട്. കാരണം ഇതൊന്നും തുടങ്ങിയത് നമുക്ക് വേണ്ടിയല്ല. അതുകൊണ്ട് ഹംബിൾ റിക്വസ്റ്റാണ്, യു മസ്റ്റ് ഐഡൻറ്റിഫൈ യുവർ പർപ്പസ്. നീ എന്തിനു ചെയ്യുന്നു എന്ന് നീ കണ്ടെത്തണം. കാരണം വൈ എന്നതിൻ്റെ ഉത്തരം കിട്ടിയവൻക്കാണ് വഴി എന്ന സാധനം തുറക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, വൈ, ഇംഗ്ലീഷിലെ വൈ തുറന്നാൽ നിങ്ങൾക്ക് മലയാളത്തിലെ വഴി തുറക്കും. അതുകൊണ്ട് വൈ ഈസ് ഈക്വൽ ടു വഴി എന്നാണ് ഞാൻ പറയാം. അതായത് നിങ്ങൾ വൈ കണ്ടെത്ത്, വൈ ഫാക്ടർ കണ്ടെത്ത്, എങ്കിൽ നിങ്ങളുടെ വഴി താനെ ദൈവം തുറക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് തുറക്കപ്പെടുന്നുണ്ടാകും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് ചോദിച്ചാൽ ഇതിലൊരുപാട് പ്രയാസങ്ങൾ വരും. അയാൾ എങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രൊഡക്ട്സിൽ നടന്നില്ല, ഇപ്പോഴത്തെ ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞില്ല, മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ ആൾ വന്നില്ല, അതേപോലെ എൻ്റെ കുടുംബം ചൂടാകുന്നുണ്ട് പറയുന്നത്. ഈ പ്രശ്നം അസുഖമുള്ള മുഴുവൻ ആളുകൾക്കും ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അയാൾ പർപ്പസ് കണ്ടെത്തിയിട്ടില്ല. സോ വാട്ട് ഈസ് ആക്ച്വലി പർപ്പസ്? നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇന്ധനമാണ് പർപ്പസ്. അങ്ങനെ കൊണ്ടുപോകുന്ന ഇന്ധനമാകുന്ന പർപ്പസ് ഇല്ലെങ്കിൽ പർപ്പസ് അല്ല മക്കളെ. അതായത് നിങ്ങളുടെ പർപ്പസ് PMF എന്ന് പറയാൻ പറ്റും, പ്രൈമറി മോട്ടിവേറ്റിംഗ് ഫാക്ടറി. നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഫ്യൂവലായിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഏതൊരു വസ്തുവാണോ നിന്നെ ഉറങ്ങാൻ അനുവദിക്കാതെ നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു സാധനം ഇല്ലെങ്കിൽ നിനക്ക് ഡ്രീം ഇല്ല എന്നാണ്. ശുദ്ധമായി ഇന്നലെ ഉറങ്ങിയോ, യു ഹാവ് നോ ഡ്രീം എന്നാണ് പറയുക. അതിനർത്ഥം ഉറക്ക് കിട്ടാത്തവൻ്റെ പേരല്ല ഡ്രീമർ എന്ന്. സത്യത്തിൽ പറഞ്ഞാൽ എത്ര ഉറങ്ങാൻ ശ്രമിച്ചാലും ആ വർക്ക് ചെയ്യാതിരിക്കാനും ശ്രമിച്ചാലും ദിൽ നെഹി ലഗ്ത, നമ്മുടെ ഹിന്ദി പറഞ്ഞാൽ മനസ്സ് അനുവദിക്കൂല അവനെ അങ്ങനെ റെസ്റ്റ് എടുക്കാൻ. ബിക്കോസ് ഹി വാണ്ട് ടു ഡു സംതിങ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എനിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതുകൊണ്ട് യു മസ്റ്റ് ഐഡൻറ്റിഫൈ യുവർ ഡ്രീംസ്. നിങ്ങളെ സ്വപ്നം വലിയൊരു പിക്ചറിലേ ഇത് തുടങ്ങാൻ പാടുള്ളൂ. കാര്യം എന്താ, ഇത് ചെറിയ കളിയല്ലോ. പവർ ഓഫ് സിനർജി എത്രയാണ്, പവർ ഓഫ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എത്രയാണ്. നിങ്ങൾ ശരിക്കാലോചിച്ച് നോക്കാം. മൊബീൻ സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു വരി ഞാൻ ഇപ്പോഴും അത്ഭുതത്തോടെയാണ്. വീക്കിലി 20 കോടിയുടെ ബിസിനസ് നടക്കാറുണ്ട് അത്രേ. വീക്കിലി 20 കോടിയുടെ ബിസിനസ്. ഞാൻ ഒറ്റ ചോദ്യം കൊണ്ട് ചോദിക്കുന്നുള്ളൂ, 10 കോടി പെയർ മാച്ചിങ് ആണല്ലോ ഒരു ITC. 10 കോടി പെയർ മാച്ചിങ് ആണ് ഒരു ITC. ഈ ഒരു ITC ആകാനാണ് ഞങ്ങളൊക്കെ കിടന്ന് ഇങ്ങനെ നമ്മൾ പറയില്ലേ, മറിഞ്ഞ് തിരിഞ്ഞ് ആകെ കണ്ട് ചോര നീരാക്കി കിടന്ന് പരക്കം പോയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ലീഡർമാർ ഇതിൽ ITCകളല്ല എന്നാണ് തോന്നുന്നത്. ITC ആയ ആൾക്കാരോട് ചോദിച്ചാൽ മതി എത്ര റിസ്ക് എടുത്ത് അവരായതെന്ന്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തെയോ അതല്ലെങ്കിൽ ഒരു 7-8 വർഷത്തെയോ ഭീകര താണ്ഡവത്തിൽ കിട്ടിയ സമ്മാനമാണ് മൈ ലൈഫ് സ്റ്റൈൽ ITC. ഇനി 3 വർഷം കൊണ്ടോ 4 വർഷം കൊണ്ടോ അവനാൻ്റെ ഡെഡിക്കേഷന്, ഇനി അവനാൻ്റെ ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ ഓർഗോ 1-ലും 2-ലും വന്നവരെ ഡെഡിക്കേഷൻ, ആരെങ്കിലും ഒരു ഡെഡിക്കേഷനിൽ ലക്കി അടിച്ച് കിട്ടുന്നുണ്ടാകും, അത് വേറെ ഒന്ന്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ സീരിയസ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ITC ആയ ആൾക്കാരൊക്കെ അതിൻ്റേതായ റിസ്ക് എടുത്തിട്ടുണ്ടാവും. ഇന്നോ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടാവും, അല്ലാതെ അവർക്ക് കിട്ടില്ല. അപ്പോൾ അത് പോട്ടെ, എന്തായാലും എടുത്തിട്ട് കിട്ടുമല്ലോ അത് 5-8 കൊല്ലം കൊണ്ട്. ആ സാധനം 5-8 കൊല്ലം ഉണ്ടാക്കിയത് മിസ്റ്റർ മുബീൻ ജിക്ക് വെറും ഒരാഴ്ചയാണത്രേ. എന്ന് പറഞ്ഞാൽ 10 കോടി ഉണ്ടാക്കാൻ 3-4 ദിവസം മതി അത്രേ. അപ്പോൾ നമ്മളുടെ 10 കൊല്ലത്തെ സമ്പാദ്യം മുബീൻ സാർക്ക് 2 ദിവസം കൊണ്ട് ഉണ്ടാകുന്നുണ്ട് അത്രേ. ഇനി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 10 ആഴ്ച എന്ന് പറഞ്ഞാൽ ശരാശരി മനുഷ്യൻ്റെ 100 കൊല്ലത്തെ സമ്പാദ്യത്തിന് സമാനമാകാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും അത്രേ. ദാറ്റ് ഈസ് പവർ ഓഫ് നെറ്റ്വർക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഇത് നമുക്കും ഇത് തന്നെയാണ് വരാനുള്ളത്.
ഇത് മുബീൻജിക്ക് മാത്രം അള്ള കൊടുത്തതൊന്നുമല്ല. ഇതിനകത്ത് എന്താ പറയുക, നമ്മളുടെ സജി പാറക്കൽ സാറ്, അദ്ദേഹത്തിൻ്റെ അപ്ലയൻസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാരുടെ വോളിയൊക്കെ നമ്മൾ കേട്ടതല്ലേ നെക്സസിൽ പോയിട്ട്. അവർക്ക് ഉണ്ടാകും, നിങ്ങൾ ഒരു ശരാശരി ബിസിനസ് നടത്തുന്ന നാട്ടിലെ നിങ്ങൾ പോയി അന്വേഷിക്കുക. അവരോട് ചോദിക്കും ഒരു ദിവസം 1 കോടിയുടെ ബിസിനസ് നടക്കുന്നുണ്ടോ എന്ന്. കാരണം 20 കോടിയുടെ ബിസിനസ് 1 വീക്കിൽ നടന്ന മുബീൻ സാർക്ക് ഒരു ദിവസം 1 കോടി ആവില്ല നടന്നത്. ചുരുങ്ങിയത് 3 കോടിയെങ്കിലും നടക്കണം. ചുരുങ്ങിയതൊരു 3 കോടി നടക്കുന്ന കച്ചവടം നടത്തുന്ന കടക്കാരനോട് പോയിട്ട് ചോദിച്ചു നോക്കുക, നിങ്ങൾ എത്ര കോടി കൊണ്ടാണ് തുടങ്ങിയത്, എത്ര ആൾക്കാർ പണിക്കാരോടുണ്ട്, നിങ്ങൾക്ക് എത്ര കോടിയുടെ നഷ്ടങ്ങൾ വരുന്നുണ്ട്, എത്ര കറണ്ട് ബില്ല് കിട്ടുന്നുണ്ട്, എത്ര ടാക്സ് കിട്ടുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക. നിങ്ങൾ എടുക്കുന്ന റിസ്ക് എത്രയാണ് എന്ന് മാത്രമല്ല നിങ്ങളുടെ ആ സൈസ്, അവരുടെ ആ ഏരിയ, ഇൻഫ്രാസ്ട്രക്ചർ എത്രയാണ്. അപ്പോഴാണ് നമ്മൾ കണ്ണ് തള്ളുക. ആ സ്ഥലത്താണ് വെറും ഒരു 10 അക്ക നമ്പർ, അത് എഴുതുന്ന പേപ്പർ പോലും വേണ്ട, മൊബൈലിൽ സേവ് ചെയ്യാനുള്ളൂ. ആ 10 അക്ക നമ്പർ എന്ന ഷോപ്പിംഗ് മാളിലാണ് മുബീൻ സാർക്ക് ഒരാഴ്ച 20 കോടിയുടെ ബിസിനസ് നടക്കുന്നതെങ്കിൽ യു ജസ്റ്റ് ഇമാജിൻ കൈക്ക് കിട്ടിയ സാധനത്തിൻ്റെ വലുപ്പം എത്രയാണ്. ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ മുതലാളിയാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രീം വേണ്ടേ? അങ്ങനെ തന്നെയല്ലേ നമുക്ക് ആൾക്കാർക്ക് അനുസരിച്ചുള്ള തയ്യാറെടുപ്പല്ലേ വേണ്ടതിൻ്റെ പൊന്നു മക്കളെ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെ പെരയിലേക്ക് 100 ഗസ്റ്റ് വരുന്ന സമയത്ത് ഒരു പൊറോട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് നാമക്കാനേ കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഒരാൾ വരുന്നോട്ട് നിങ്ങൾക്ക് 1000 പൊറോട്ടയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ആ ഒരാൾക്ക് ആവശ്യമുള്ളത് മതി, ഇല്ലെങ്കിൽ എല്ലാം തലയിൽ കൊണ്ടുപോകേണ്ടി വരും. രണ്ടും തെറ്റാണ്. അപ്പോൾ തനിക്ക് കിട്ടാവുന്ന, അതായത് മൈലേശ്വർ എന്ന് പറയുന്നത് വാരിക്കോരി കൊടുക്കുന്ന വിജയത്തിൻ്റെ സാഗരമാണെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഒരിക്കലും നമ്മളെ ഈ സ്പൂണായിട്ട് വന്നിട്ട് കാര്യമില്ല, മോട്ടറായിട്ട് തന്നെ വായോ. അതുകൊണ്ടാണ് പറഞ്ഞത് വലിയ സ്വപ്നമായിട്ട് വന്നാൽ ഇത് നടക്കുകയുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, എനിക്ക് ഇത്രയൊക്കെ മതി വരുമാനം എന്നാകുമ്പോൾ നിങ്ങൾക്ക് കയറിപ്പോയി ഒരു ആൾട്ടോ 800ൻ്റെ വരുമാനം കിട്ടിയാൽ നിങ്ങളുടെ എനർജിയും പോകും, എല്ലാം തീരുമാനമാകും. ചിലപ്പോൾ STC ആകുമ്പോൾ അതിനത് നിർത്താനും സാധ്യതയുണ്ട്. ചിലപ്പം DTC ആകുമ്പോൾ തന്നെ ചിലർ മടുക്കും, നിർത്തി സാറേ എൻ്റെ ഇതെല്ലാം കംപ്ലീറ്റ് ആയി, എനിക്ക് ഫുൾ ടീമായി, ഇപ്പോൾ ഞാൻ വലിയ ലീഡറായി, ഞാൻ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി, ഞാൻ DTC ആണ്, ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ, കളക്ടറുടെ പദവിയിലെത്തി എന്നൊക്കെ പറയും. ഞാനിതൊക്കെ ഈ അസുഖം എന്തുകൊണ്ടാണ് വരുന്നത് പറയും. മുബീൻ സാറ് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഒരുപാട് എന്താ പറയുക ലീഡർമാരുടെ വീട് വിസിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പല ആളുകൾക്ക് പേഴ്സണലി കൗൺസിലിംഗ് കൊടുക്കാനൊക്കെ കിട്ടിയതിൽ ഭാഗ്യം തൗഫീഖ് ചെയ്ത് എനിക്ക് ഒരുപാട് സമയം അനുവദിച്ച് കിട്ടിയത്. 4-5 മണിക്കൂർ തന്നെ പേഴ്സണലി സാറുമായിട്ട് ഇരിക്കാനും പല കാര്യങ്ങളും ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് തുടങ്ങിയുള്ള എൻ്റെ ഇക്കാലത്ത് ഇത്രയും കാലം എഴുതി വെച്ച എൻ്റെ ലൈഫിൽ ഞാൻ ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തത് പോലും ടു ക്രിയേറ്റ് സക്സസ് സ്റ്റോറീസ് ഇൻ മെനി ഓഫ് ദ ലൈഫ്. ഇതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. മില്യൺസ് ഓഫ് സക്സസ് സ്റ്റോറീസ് ഉണ്ടാക്കണം. അത് എനിക്ക് കിട്ടാനൊക്കെ ദൈവം തരുന്നുണ്ടാവും, പക്ഷേ മറ്റുള്ളയാളുടെ ജീവിതത്തിൽ എനിക്കിത് കാണാം. ദിസ് മൈ സീക്രട്ട് ആംബിഷൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഷെയർ ചെയ്ത് സാറുമായിട്ട് സംവദിച്ച സമയത്ത് അതിന് സാർ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നതൊക്കെ ഞാൻ ഇപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇത്രയും വലിയൊരു സാധനമായിട്ട് നിങ്ങൾ വരണം. ദാറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. അവിടെ മുബീൻ സാറുടെ വിഷനൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ കണ്ണ് തള്ളിപ്പോവാണ്. ഇപ്പോൾ സാർ അദ്ദേഹം ഇവിടേക്ക് പറന്നിക്കുക, എന്താ പറയുക, നമ്മളുടെ അന്തമാൻ അവിടെ ഐലൻഡിലേക്ക് പറന്നിരിക്കുകയാണ്. ഓരോ സാറ് വന്നിട്ട് നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക, ഈ 20 കോടി ബിസിനസ് പോലെ തന്നെ 4 ലെഗിൽ 4 ഡയമണ്ട് ഉള്ള മനുഷ്യനാണ്. പിന്നെ ഈ നമ്മളെ ലെഗ് എന്തിനാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനെ എങ്ങനെ പറയണമെന്ന് നമുക്കറിയില്ല. പൈസ കൊണ്ട് അദ്ദേഹം സേഫാണ്, ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിൽ അദ്ദേഹം സേഫാണ്, ഈ കമ്പനിയുടെ ഏറ്റവും വലിയ സക്സസ് സ്റ്റോറിയാണ്, ലെജൻഡറി ഓഫ് ഇന്ത്യയാണ്, എല്ലാമാണ്. പക്ഷേ അയാൾ നമ്മളെ ഇടയിലെ ഒരു സാധാരണക്കാരനാണ്. ഇറ്റ്സ് എ റിയൽ ഡയമണ്ട്. അപ്പോൾ ഞാൻ സീരിയസ്ലി പറയുന്നത് നിങ്ങൾക്കൊരു അങ്ങനത്തൊരു ഡ്രീം ഉണ്ടായാലേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ വേണ്ട ഇൻഫർമേഷനാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഇൻഫർമേഷൻ? നമ്മളെപ്പോഴും മനസ്സിലാക്കുക, പഠനം എന്ന് പറയുന്നത് തൊട്ടിൽ മുതൽ കട്ടിൽ വരെയാണ്. ഒരിക്കലും അസ്തമിക്കാത്ത ഒരു എൻഡ്ലെസ് പ്രോസസ്സാണ് ഈ പറഞ്ഞ സാധനം. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ സാധനം, ഞാൻ പറയുന്ന 4 സാധനം എൻഡ്ലെസ് പ്രോസസ്സാണ്. ഒരിക്കലും നിങ്ങളത് വൺ ടൈം ആണ് ചിന്തിക്കരുത്. അതായത് നീന്തൽ മുഴുവൻ പഠിച്ചിട്ട് കുളത്തേക്ക് ചാടാം, ഇതാണ് ഞാൻ പറഞ്ഞത്. എൻഡ്ലെസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാകും. ഞാൻ നീന്തലൊക്കെ പഠിച്ച് ഞാൻ ചാടാൻ പോകണം, അങ്ങനെയൊന്നും സാധനമില്ല. നീന്തി പഠിക്കാമെന്ന് പറഞ്ഞ പോലെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത്, ഞാൻ ബിസിനസ് ചെയ്യുക സാറേ, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ സാർ എടുത്തിന്ന്. അതിന് എനിക്ക് മനസ്സിലായത് ഇൻഫർമേഷൻ ഉണ്ടായിട്ട് ഇതിലേക്ക് ഇറങ്ങിയാൽ മതി. ഞാൻ ഇത് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് 5 കൊല്ലം പഠിക്കാൻ പോയാലോ ഒരു കുഴപ്പമില്ല. ഇൻഫർമേഷൻ, ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻ അതല്ല. യു ക്യാൻ അക്വയർ ദ നോളജ് ബൈ യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, എനിക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ട, നല്ല ഇൻഫർമേഷൻ ഇവിടുന്ന് കിട്ടുള്ളൂ. യു ക്യാൻ ബൈ റീഡിങ്, നിങ്ങൾക്ക് റീഡിങ് കൊണ്ട് അത് ഉണ്ടാക്കാൻ പറ്റും. യു ക്യാൻ ബൈ ലിസണിങ് ടു ദ ലീഡേഴ്സ്, ലീഡർമാരുടെ ലിസൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഉണ്ടാക്കാൻ പറ്റും. ബൈ ദ പ്രോഗ്രാം നിങ്ങൾക്കത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് എങ്ങനെയും അക്വയർ ദ നോളജ് ഉണ്ടാക്കുക. നിങ്ങളെ KPR, അതായത് നോളജ് പെനിട്രേഷൻ റേഷ്യോ, അല്ലെങ്കിൽ നിങ്ങളെ SEP കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ബ്രെയിനകത്തേക്ക് ഫയൽ നിറഞ്ഞ് കാരണം വെച്ചാൽ നമുക്ക് അത്രയും നോളജ് ഉണ്ടെങ്കിലേ ഇത്രയും വലിയ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളെ നോക്കാനുള്ള കപ്പാസിറ്റി കൊണ്ട് എങ്ങനെയാണ് നമ്മൾ 1000 ആൾക്കാരെ നോക്കുക? 2 ആളെ നോക്കുന്ന കപ്പാസിറ്റി കൊണ്ട് നമുക്ക് 2000 ആളെ നോക്കാൻ പറ്റുമോ? നോ പറ്റൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ നോളജ്, കപ്പാസിറ്റി, സ്കില്ല് ഇത് കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഈ നോളജ് എന്ന് പറഞ്ഞത് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? നിങ്ങൾ അയച്ചു ഡോക്ടറാകാൻ പോകുന്ന വ്യക്തി MBBSൻ്റെ അല്ലെങ്കിൽ നീറ്റ് എക്സാം, കീം എക്സാം, ഇങ്ങനത്തെ ഒരുപാട് ഇൻ്റർനാഷണൽ എക്സാമുകൾ പാസ്സായ പിറ്റേന്ന് അവർ ഡോക്ടറാകുക, അങ്ങനെയാണോ?
UPSC എക്സാമിന് ഇന്നാലിന സാധനങ്ങൾ ക്രാക്ക് ചെയ്തതിന് ശേഷം പിറ്റേന്ന് ഒരു കളക്ടർ ആവുകയാണോ? അങ്ങനെയാണോ? ഇല്ല, നമ്മൾ കേട്ടിട്ടില്ല. എഞ്ചിനീയറിങ്ങിൻ്റെ എക്സാമോ ഗേറ്റോ മറ്റേതോ എന്തെങ്കിലും സാധനം പാസ്സായി ഉടനെ അദ്ദേഹം എന്താണ് IIT-ലോ NIT-ലോ എന്താ പറയുക മെക്കോ ടെക്കോ, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറോ ടെക്നിക്കൽ എഞ്ചിനീയറോ എന്തോ ആയിട്ട് മെക്കലോ ടെക്കിലോ അദ്ദേഹം പാസ് ഔട്ടായിട്ട് ഇറങ്ങുന്നുണ്ടോ? നോ, അങ്ങനെയില്ല. അദ്ദേഹത്തിന് പഠിക്കാൻ ഒരുപാട് മൊഡ്യൂളുകളുണ്ട്, വർഷങ്ങളോളം പഠിക്കാൻ, എക്സാം എഴുതി അങ്ങനെ നോളജിൻ്റെ ആ വലിയ സാധനം കിട്ടിയാൽ അദ്ദേഹത്തിന് പാസ് ഔട്ട് ആകുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അന്ന് പറയും നീ ഇന്നതാണെന്ന്. ആണോ അല്ലേ? അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ നമ്മളിവിടെ പഠിച്ചു തന്നത് നമ്മളെ പ്രശ്നം എന്താ? ഞാൻ വലിയ തറവാടാണ്, ഞാൻ ഓൾറെഡി നല്ല അധ്യാപകൻ, ഇൻ്റർനാഷണൽ ട്രെയിനർ, ഭയങ്കര സംഭവമാണ്, എന്നേക്കാൾ വലിയൊരു സംഭവം ലോകത്ത് ഇപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ലീഡർ എന്ന് പറഞ്ഞാൽ ഇന്നേ വരെ ഒരു പാറ്റ ഗുളിക വിൽക്കാത്തവരാണ്, അല്ലെങ്കിൽ അത് ആണാണ് പെണ്ണാണ്, അല്ലെങ്കിൽ മുത്തശ്ശിയാണ് മുത്തശ്ശനാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഉന്നത കുലജാതനാണ്, ഭയങ്കര സംഭവമാണ്. ഞാൻ ഏകദേശം 10-200 കോടിയുടെ ബിസിനസ് ചെയ്തവനാണ്. എനിക്ക് ദുബായിൽ ബിസിനസ് ഉണ്ട്, സ്വദേശത്തോ വിദേശത്തോ ഞാൻ ഇതിഹാസമാണ്. എല്ലാം ശരി സാറേ, യു ആർ വണ്ടർഫുൾ, നോ ഡൗട്ട്. പക്ഷേ ഈ ബിസിനസ്സിൽ